بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. عن أنس بن مالك رضي الله عنه قال لي رسول الله صلى الله عليه وسلم يا بني إن قدرت أن تصبح وتمسي ليس في قلبك غش لأحد فافعل. ثم قال يا بني وذلك من سنتي ومن أحب سنتي فقد أحبني ومن أحبني كان معي في الجنة. ഇമാം തുർമുദി ധരിക്കുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഓ കുഞ്ഞുമോനെ, ഒരാളോടും പകയും വിദ്വേഷവും ഇല്ലാതെ ഒരു ദിവസം പൂർത്തിയാക്കാൻ നിന്നെ കൊണ്ട് സാധിച്ചാൽ നീ അപ്രകാരം ചെയ്യണം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, കാരണം അതെന്റെ ചര്യയാണ്. ആരോടും വിദ്വേഷവും വെറുപ്പും ഇല്ലാതിരിക്കുക എന്നത് എന്റെ ചര്യയാണ്. എന്റെ ചര്യയെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു, എന്നെ ഇഷ്ടപ്പെട്ടാൽ അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണ്. രണ്ടു കാര്യങ്ങളാണ് ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമത്തേത്, ഒരു സത്യവിശ്വാസിക്ക് മറ്റൊരാളോട് ദുന്യവിയായ ഒരു കാര്യത്തിലും വെറുപ്പും വിദ്വേഷവും ഉണ്ടാവാൻ പാടില്ല. പൂർണ്ണമായും ശുദ്ധ മനസ്സോടുകൂടെ മാത്രമേ മുഅ്മിനീങ്ങളെ കാണാൻ പാടുള്ളൂ. ദുന്യവിയായ വിഷയങ്ങളിൽ പറഞ്ഞു തീർക്കേണ്ട വല്ലതുമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം. പറഞ്ഞു തീർക്കാതെ മനസ്സിൽ വെറുപ്പ് വെച്ച് നടക്കുന്നത് മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവത്തിൽ പെട്ടതല്ല. അത് നബിചര്യക്ക് വിരുദ്ധമാണ്. രണ്ടാമത്തെ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുക എന്നത് അതിന്റെ പ്രധാന ഭാഗം നബി തങ്ങളെ ചര്യയെ പിൻപറ്റുക എന്നതാണ്. നബിചര്യയെ പ്രിയം വെക്കുക എന്നതാണ് നബി തങ്ങളെ പ്രിയം വെക്കുക എന്നതിന്റെ അകത്തുക. സ്വർഗത്തിൽ കടക്കണമെങ്കിൽ തിരുനബിയോടുള്ള സ്നേഹം അനിവാര്യമാണ്. അതില്ലാതെ സ്വർഗത്തിൽ കടക്കില്ല. ആ സ്നേഹം പൂർണ്ണമാവണമെങ്കിലാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ സജീവമാക്കുകയും വേണം. ആ സജീവത കൊണ്ട് മാത്രമേ നബി തങ്ങളോടുള്ള സ്നേഹം സമ്പൂർണ്ണമാവുകയുള്ളൂ എന്ന ഒരാശയം കൂടെ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കുകയും ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിമഹത്തായ ചര്യയുടെ അടയാളങ്ങളുണ്ട്. നബിചര്യയില്ലാത്ത, നബി തങ്ങളെ മാതൃകയില്ലാത്തതൊന്നും ഒരു സത്യവിശ്വാസിയുടെ പ്രവർത്തികളിൽ ഇല്ല. അതെന്തൊക്കെയാണെന്ന് പഠിച്ചു മനസ്സിലാക്കുകയും അതിനെ കൃത്യമായി ഫോളോ ചെയ്യുക എന്നതാണ് ഒരു സത്യവിശ്വാസിയുടെ ദൗത്യം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.